ഒന്നും ചെയ്തില്ല സർ. അവനെ കാട്ടിക്കൊണ്ടുപോയി കുഴിയെടുത്ത് അതിനകത്താക്കി കത്തിച്ചു കളഞ്ഞു. ഓടിക്ക് മീതെ ചക്കര തെറ്റിട്ടാണ് കത്തിച്ചു കളഞ്ഞത്. അതെ സർ. അപ്പൊ കുഴപ്പമില്ല. ചെമ്പപ്പച്ചി പള്ളത്തൂർ സത്യനടക്കം ഇച്ച നിറയെ നക്കുമായി പെരുക്ക അതിൽ മോസ്റ്റ് ബ്രാൻഡഡ് ചെമ്പപ്പച്ചി ഉന്നോட மீசைக்கு கீழே வெள்ளிமுடிய கேட்டில் ஏதோ ஒரு வீட்டில் 2 தடவை வந்திருந்து என்றும் ரிப்போர்ட்டில் எலக்ஷன் வரப்போகுது. சர்க்காருக்கு டென்ஷன் இருக்கு. ஆனா அந்த சங்கத்திலே முகப்பேரையும் நமக்கு வேணும். സംശയം തോന്നുന്ന എല്ലാവരെയും അറസ്റ്റ് ചെയ്യണം. ഒരു ദയം വേണ്ട സർ. എന്ത് വേണം ഞങ്ങളത് തൂക്കിയിരിക്കും. ஆனா உனக்கு தெரியாது ஒரு நக்சலைட் ஆக்ஷன் இந்த ஸ்டேஷன் ஏரியாவில் நடந்தால் நெக்ஸ்ட் டைம் நம்ம பார்க்கும் போது தலை இருக்கு, ஆனா தொப்பி இருக்காது. புரிஞ்சுதான் சார். ഞാൻ ചോദിച്ചത് ഈ ആളുകളുടെ പല ആത്മബോധത്തെടുത്ത് സ്ഥിരമായി വരാറുണ്ട്. അത്രയ്ക്ക് അതോ ആരെങ്കിലും കാത്തു ഓപിക്കല്ലേ? ഞാൻ പറഞ്ഞത് ഈ കരിച്ചോല കടമ്പക്കാട് ഭാഗത്ത് നക്സലേറ്റുകളുണ്ട്. അവരെ പിടികൂടാൻ പോലീസിന് നിന്റെ എത്ര വേണമെങ്കിലും ഉണ്ടാവുന്ന അച്ഛൻ പറഞ്ഞു കേട്ടതാ. എന്തിനാ അപകടത്തിൽ ചാടുന്നത്? അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. എന്തെങ്കിലും സംഭവിച്ചാൽ നഷ്ടം എനിക്കല്ലേ? എന്റെ പൊന്നു വെച്ചേ, ഇനി നീ എന്നോടെങ്കിലും മോദം ചെയ്യും. എനിക്ക് നിന്നെ കിട്ടണം. ആണിനെ പോലെ ഒന്ന് ചോദിക്കല്ലേ? എന്നെ പോലെ നിനക്കെന്നെ അറിയില്ല. വലിയ പറമ്പത്തിനപാട്ട് ജനിച്ചവനാ ഞാൻ. പല പെണ്ണുങ്ങളെയും കണ്ടിട്ടുള്ളവനാണ് ആകെ. ഇതിപ്പോ കല്യാണം കഴിച്ചാൽ കൊള്ളാന്നുള്ളതാ ഈ മയമുള്ള ഭാഷ അല്ലെ? ഒരു പെണ്ണിനോട് ഒന്നിൽ നാഗേന്ദ്രന്റെ അനുവാദം ചോദിക്കാറില്ല. ചോദിച്ചിട്ടും അതൊക്കെ അന്വേഷിച്ച് തന്നെ ഈ പറയുന്നത്. ഒരുപാട് പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടാവും. നിങ്ങളുടെ കുടുംബ മഹിമയെ അച്ഛന്റെ കാക്കിയും ഓർത്ത് പേടിക്കുന്ന പാവങ്ങളെ ഈ ശ്രീദേവി അതിന് കിട്ടില്ല. ഒരു ദേശം മുഴുവൻ പെണ്ണും പിടിച്ച് നടക്കുന്ന നിങ്ങളെ കെട്ടേണ്ട ഗതികേട് എനിക്കില്ല. ഇവിടെയൊക്കെ നിന്നെ പഠിപ്പിച്ച ഈ നാഗേന്ദ്രനോട് ചോദിക്കാൻ പട്ടിയും വരില്ല. ജനപത്തരം പറയുമ്പോൾ ഈ നായിന്റെ പറയാൻ
അപ്പഴാ രണ്ടിന് മതി കൂടെ സമയം അടിപൊളിയായിട്ട് വീട്ടിൽ കൂടാ രണ്ടിന്റെ മൂന്ന് നേരെ കാണാൻ വേണ്ടി വിളിച്ചിരുന്ന വീട്ടു വീട് തുടങ്ങി ആ വിടുമോ എന്റെ വഴി അല്ലല്ലോ വാ ഞാൻ ഉച്ച പുറത്തു പോയിട്ട് വന്നപ്പോ മുതൽ എന്റെ മോട്ടയ്ക്ക് അല്ല എന്നും നീ എങ്ങോട്ടായി ഇറങ്ങി പോണത് അല്ല വിഷമോ ഒന്നുമില്ല എമ്മയ്ക്ക് പോകണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണോ അവളെ അവളുടെ ഇഷ്ടത്തിന് പഠിക്കാൻ വിടാ പെണ്ണ പെൺകൊച്ചുകൾ സ്വന്തം കാലിൽ കഴിവിൽ നിൽക്കട്ടെ കല്യാണം കഴിച്ചിട്ടുള്ള പഠിപ്പൊക്കെ പറയും എനിക്ക് പഠിക്കണം ഇപ്പൊ കല്യാണം വേണ്ട കല്യാണം വരും നീയാണോ ഈ പഠിക്കുന്നത് വിവാഹവും വിദ്യാഭ്യാസവും പുതിയ പിള്ളേർക്ക് അവരുടെ ഇഷ്ടം കൂടി നോക്കിയിട്ട് മതിയെന്ന് പെണ്ണ് സുകുമാരൻ തന്നെ ഏതോ പെൺകൊച്ചിനെ കണ്ടുവച്ചിട്ടുണ്ടെന്ന് അതിപ്പോ നമ്മൾ ഈ കാര്യത്തിൽ ജനങ്ങളുടെ അഭിപ്രായം പറയണ്ട അവിടെ ഇതുവരെയുള്ള സകല കാര്യങ്ങളും അവിടെ ഇഷ്ടത്തിലാണ് നടത്തിയത് ഈ കാര്യം എന്റെ ഇഷ്ടം അതിനെ തണുത്തതിനാ പിന്നെ നമ്മൾ രണ്ടിൽ ഒരാളെ ബാക്കി കാണാം നീ വന്നോ നീ ഏതോ എന്തിന്റെ പുറകെയാണ് ചിന്നപ്പോ ആരാണോ അല്ല നന്ദയ്ക്ക് തലയ്ക്ക് അറിയാതെ സമയമാകുമ്പോൾ പ്രായമായ മക്കളെ കണ്ടില്ലേ പക്ഷെ ഇവിടെ